വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച ഹൈക്കോടതി ADGP H വെങ്കടേഷിനാണ് അന്വേഷണ ചുമതല. 1 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്നും പോലീസിന് കിട്ടിയ എല്ലാ പരാതികളും അന്വേഷിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. തട്ടിപ്പിന് പിന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണോ എന്ന നിർണായക ചോദ്യവും ഹൈക്കോടതി ഉന്നയിച്ചു. ഷബ്ന സിയാദുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഷബ്ന, ഈ ഒടുവിലായി പറഞ്ഞു വെച്ചതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണോ എന്നുള്ള അതിനിർണായകമായ ഒരു ചോദ്യം കൂടി ഹൈക്കോടതി ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇന്ന് ഹൈക്കോടതിയിലെ കാര്യങ്ങളെല്ലാം. SITയുടെ അന്വേഷണം ADGP H വെങ്കടേഷിന് നൽകിയിരിക്കുന്നു. ഇന്ന് ഹൈക്കോടതിയിൽ നടന്ന കാര്യങ്ങളും അതിന്റെ വിശദാംശങ്ങളും. സംഗീത, ഈ ദേവസ്വം ബെഞ്ചാണ് ഇന്ന് ഈ ഹർജി പരിഗണിച്ചത്. ദേവസ്വം ബെഞ്ച് ഹർജി പരിഗണിക്കുന്ന വേളയിൽ വിജിലൻസിൻ്റെ സ്പെഷ്യൽ ഓഫീസർ ഇന്ന് കോടതിയിൽ നേരിട്ട് ഹാജരായി കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ വിജിലൻസ് അന്വേഷണം നടത്തിയതിൻ്റെ ഇടക്കാല റിപ്പോർട്ടും കോടതിക്ക് കൈമാറി. ഈ റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷമാണ് ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായ ദേവസ്വം ബെഞ്ച് പ്രത്യേക സംഘം ഇത് അന്വേഷിക്കണം എന്നൊരാവശ്യം ഉന്നയിച്ചത്. വിജിലൻസിൻ്റെ അന്വേഷണത്തിൻ്റെ പുരോഗതി കോടതി ആരായുകയും ചെയ്തു. ഒരാഴ്ചയ്ക്കകം വിജിലൻസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കും വിജിലൻസ് അറിയിച്ചു. അതോടൊപ്പം തന്നെ ശബരിമലയിൽ സ്ട്രോങ് റൂം അടക്കം തുറന്ന് ഒന്നുകൂടി പരിശോധിക്കും എന്നും വിജിലൻസ് അറിയിച്ചു. പിന്നീടാണ് വിജിലൻസിൻ്റെ റിപ്പോർട്ട് കാര്യമായി കോടതി പരിഗണിക്കുകയും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയും ചെയ്തത്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണോ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ? ദേവസ്വം ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരുടെ പങ്ക് എന്താണ്? അവർ ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചനയുടെ ഭാഗമായോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കണം. ഇതിനായി വിപുലമായ അന്വേഷണമാണ് നടത്തേണ്ടത്. പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണം. ADGP H വെങ്കടേഷിനായിരിക്കണം ഇതിൻ്റെ മേൽനോട്ട ചുമതല. അതോടൊപ്പം തന്നെ ഹൈക്കോടതി ഈ അന്വേഷണത്തിൻ്റെ മേൽനോട്ടം ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാകും ഈ അന്വേഷണം നടക്കുക. മറ്റൊന്ന് SP S ശശിധരനായിരിക്കണം ഇതിൽ അന്വേഷണം നടത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ കോടതി നിർദ്ദേശിച്ചു. ഈ ഉന്നത ഉദ്യോഗസ്ഥരെ അടക്കം വിട്ടു നൽകുന്ന കാര്യത്തിൽ സർക്കാർ വെള്ളിയാഴ്ച തീരുമാനം അറിയിക്കണം എന്നാണ് ദേവസ്വം ബെഞ്ച് ഇപ്പോൾ സർക്കാരിനോട് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 1 മാസത്തിനകം ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണം. അന്വേഷണ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണം. കൂടാതെ നിരവധി പരാതികൾ ഇത് സംബന്ധിച്ച് വരുന്നുണ്ട്. ഈ സ്വർണ്ണം പൂശുന്നതുമായി ബന്ധപ്പെട്ട് നൽകിയത്, അതിൻ്റെ ഭാരക്കുറവ് തുടങ്ങിയ വിവിധ തലത്തിലുള്ള പരാതികൾ ഉയരുന്നു. ഭക്തരുടെ അടക്കം പരാതികളുണ്ട്. ഈ പരാതികളെല്ലാം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിക്കണം. അതിനുശേഷം കുറ്റമറ്റ അന്വേഷണം നടത്തി ഇതിൻ്റെ കാര്യങ്ങൾ കണ്ടെത്തണം എന്നാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇപ്പോൾ ഉത്തരവിട്ടിട്ടുള്ളത്.